പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോന്റെ ലേസർ പ്രിന്ററായ കനോൺ LBP6230dn എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം കനോൺ സപ്പോർട്ട് ഇന്ത്യ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് സെർച്ച് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ കനോൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് ഓപ്പണായി വരും. ഇവിടെ നമുക്ക് ഏറ്റവും എളുപ്പത്തിന് അല്ലെങ്കിൽ ഷോർട്ട് കട്ടായിട്ട് ഏറ്റവും നല്ലത് ഇവിടെ സിമ്പിളായിട്ട് നമ്മുടെ പ്രിൻ്ററിൻ്റെ മോഡൽ നമ്പർ ജസ്റ്റ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴെ ലിസ്റ്റ് കാണിക്കും. അതിൽ നമ്മളെ പ്രിൻ്ററിൻ്റെ ആ മോഡൽ ഇവിടെ താഴെ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഡൗൺലോഡിംഗ് പേജിലോട്ട് പോകും. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് വെർഷനാണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, കണ്ടില്ലേ? ഇവിടെ ഓൾറെഡി ഓട്ടോമാറ്റിക് എടുത്തിട്ടുണ്ട്. വിൻഡോസ് 10 64-ബിറ്റ് ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഏതാണോ എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ ഇതേപോലെ ഏത് വെർഷനാണോ ആ വെർഷൻ്റെ നേരെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാം. ഒരു വെയിറ്റ് ചെയ്യുക. യെസ്, കണ്ടില്ല? താഴെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർഷൻ വരുന്നത്. ജസ്റ്റ് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ സെർച്ച് എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. ഇവിടെ 2 ഫയലാണ് നമുക്കുള്ളത്. അതിൽ ഫസ്റ്റ് കാണുന്ന ഈ ഫയലാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 ഫയൽ മാത്രമേ ഉള്ളൂ. അതിൽ വലിയ സൈസുള്ള ഈ ഫയൽ നമുക്ക് ഡൗൺലോഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലോട്ട് പോകും. അവിടെ ഈ ഡൗൺലോഡ് എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു ലൈസൻസ് അഗ്രിമെൻറ്റിൻ്റെ ഒരു കാര്യം ഓപ്പണായി വരും. ജസ്റ്റ് യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കണ്ടില്ലേ? കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയി. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എക്സ്ട്രാക്റ്റിംഗ് നടക്കും. അതൊരു ഫയലായിരിക്കും. ഓക്കെ, അത് അൺസിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡിങ് ഫയലിൻ്റെ ലൊക്കേഷനിൽ പോകണം. അതായത് നമ്മൾ ഏത് ഫോൾഡറിലാണോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഫയൽ ലൊക്കേഷനിൽ പോകുക. അപ്പോൾ അതിന് സിമ്പിളായിട്ട് ഞാൻ ഈ ബ്രൗസറിൻ്റെ ഡൗൺലോഡ്സിലെടുത്ത് ഈ ഷോ ഫോൾഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ ഫോൾഡറിലേക്ക് പോകും. കണ്ടില്ലേ? ഇവിടെ നമ്മൾ സിപ്പ് ഫയൽ ചെയ്ത് വെച്ച് താഴെ ഫോൾഡറായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ ലാസ്റ്റ് കാണുന്ന ഈ ഫോൾഡർ UFR സെക്കൻഡ് കാണുന്ന ആ ഫോൾഡർ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് അതിലുള്ള ഫോൾഡർ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇൻഡി 64 എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റ് ഫയൽ കാണിക്കും. ജസ്റ്റ് ആ സെറ്റ് ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വരുന്നു. ഇതിൽ നമ്മൾ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് വേണ്ടത് എന്നുള്ളതാണ്. നമുക്കിതിൽ പ്രിൻ്റർ മൾട്ടി പ്രിൻ്ററാണ്. അത് നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാനിപ്പോൾ കോൺഫിഗർ ചെയ്യുന്നത് USB കണക്ഷൻ വഴിയുള്ളതാണ്. അപ്പോൾ താഴെ ലാസ്റ്റ് കാണുന്ന ഈ ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. USB കണക്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ യെസ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഫയൽ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം USB കേബിൾ കണക്ട് ചെയ്യാൻ ചോദിക്കും. ആ സമയത്ത് മാത്രമേ കമ്പ്യൂട്ടറും പ്രിൻ്ററും നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. യെസ്, ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് USB കേബിൾ കണക്ട് ചെയ്യേണ്ടത്. ഈ സമയത്ത് മാത്രം USB കേബിൾ കണക്ട് ചെയ്യുക. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ ഇതേപോലത്തെ ലോഡിങ്ങിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇൻസ്റ്റാളേഷൻ ഫയൽ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് ഓപ്പണായി വരും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. യെസ്, ഇതേപോലെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് വരും. ഇവിടെ നമ്മൾ എക്സിറ്റ് എന്നുള്ളത് കൊടുക്കുക. നമ്മുടെ പ്രൊസീജിയറെല്ലാം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ ജസ്റ്റ് നമ്മൾ ചെയ്ത വർക്ക് കംപ്ലീറ്റഡ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തു. അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്ന ഓപ്ഷൻ എടുത്തു. യെസ്, ഇവിടെ നമ്മൾ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. അതിൽ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ള കമാൻഡ് കൊടുക്കുക. എൻ്റെ ഡിവൈസ് ആൻഡ് പ്രിൻ്റേഴ്സിൽ കുറേ പ്രിൻ്ററിൻ്റെ ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. കാരണം ഞാൻ കുറേ പ്രിൻ്റർ എൻ്റെ ലാപ്പിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് അവിടെ ലിസ്റ്റ് കാണിക്കുന്നത്. നിങ്ങളുടെ ഇത്രയൊന്നും ലിസ്റ്റ് കാണിക്കാൻ സാധ്യതയില്ല. ഈ താഴെ കാണുന്ന പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്ന് കണ്ടില്ലേ,
അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് ഒരു കമാൻഡ് പോകുന്നതാണ്. അപ്പോൾ നമ്മളെ പ്രിൻ്റർ പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണം. യെസ്, കണ്ടില്ലേ, പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്ത വർക്കെല്ലാം കംപ്ലീറ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.